അറിയോ? എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. വിശ്വരൂപ ദർശനം എന്ന ഭഗവത്ഗീതയുടെ 11-ാം അധ്യായം, അതിഗംഭീരമായിട്ടുള്ള അധ്യായം. ഈ അധ്യായത്തിലൂടെ അർജുനൻ ഒരിടത്ത് ഈ വിശ്വത്തിൻ്റെ വൈവിധ്യങ്ങളാർന്ന, അതിൽ അങ്ങേയറ്റം നേത്രത്തിന് ആനന്ദം പകരുന്നതും അതേസമയം അങ്ങേയറ്റം ഭയപ്പാടുണ്ടാക്കുന്നതും എന്തെന്ത് വികാരങ്ങളാണോ നമ്മളിലൊക്കെ ഉള്ളത്, ആ വികാരങ്ങളെ മുഴുവൻ പ്രകടമാക്കും വിധത്തിലുള്ള എല്ലാ വൈവിധ്യങ്ങളും ചേർന്നിട്ടുള്ള കാഴ്ചകൾ, അതിഭയാനകങ്ങളായിട്ടുള്ള കാഴ്ചകൾ ഒരിടത്ത്. അത് ഇവിടെ ഗീതയിൽ അർജുനൻ ശ്രീകൃഷ്ണൻ്റെ ദേഹത്ത്, ശരീരത്ത് എന്ന രൂപേണ അവതരിപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, ഇന്നലകളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഈ വിശ്വം വൈവിധ്യങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ പ്രകടമാകുന്നുണ്ടെങ്കിലും ഈ വൈവിധ്യങ്ങളെ മുഴുവൻ നമുക്ക് ഏകോപിപ്പിക്കാൻ, ഒരിടത്ത് കാണാൻ, ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ എല്ലാവരും ഞങ്ങൾക്ക് ഒരുപോലെ എന്ന് പറയുന്ന ഒരു സാമാന്യവത്കരണമല്ല. ഈ സാമാന്യവത്കരണം കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് പറയാം. അത് ആഴത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് വേരോടേണ്ടതുണ്ട്. അതായത് ഏകത്വത്തെ തുടർന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉപനിഷത്ത് ചോദിക്കുന്ന എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? അവിടെ ശോകമോഹങ്ങളില്ല എന്നാ. തത്ര ക മോഹ. എവിടെയാണ് അവിടെ ശോകമോഹങ്ങൾ ഉണ്ടാകുന്നത്? ഏകത്വം അനുപശ്യത. ആ ഒന്നിനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ന വിജുഗുപ്സതെ, ഒന്നിനെയും വെറുക്കാനും നമുക്ക് സാധ്യമല്ല. കാരണം വൈവിധ്യങ്ങൾ അതിൻ്റെ സ്വഭാവമാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ സ്വഭാവമാണ്. പക്ഷെ അതിനെയെല്ലാം കോർത്തിണക്കുന്ന ഒരു കണ്ണിയുണ്ട്. സൂത്രേ മണികണായിവ എന്ന് ഭഗവാൻ പറയുന്ന, ഞാനിതിൻ്റെ ചരടാണ് എന്ന് പറയാം. അപ്പം ഞാനാകുന്ന ചരടിലാണ് ഇതെല്ലാം കോർക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ വൈവിധ്യങ്ങളായിട്ടുള്ള ഈ സകലമാനതിനെയും അർജുനൻ ഇങ്ങനെ ഒരു മാല പോലെ ഭഗവാനിൽ ഇങ്ങനെ കാണുകയാണ്. ഇത് 5000 ചില്ലാനും വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ഒരു യോദ്ധാവ് യുദ്ധത്തിന് തൊട്ട് മുമ്പ് വേറൊരാളുടെ ശരീരത്തിൽ കണ്ടു, അല്ലെങ്കിൽ ആകാശത്തിൽ കണ്ടു കൃഷ്ണൻ ഇങ്ങനെ എന്നുള്ളതല്ല. ഇത് മറന്നുപോകരുത് നമുക്ക്. ഇതുതന്നെയാണ് സയൻസ് നമ്മളോട് പറയുന്നത്. മോഡേൺ സയൻസ് ആണെങ്കിലും ഒക്കെ നമ്മളോട് പറയുന്നത് എന്താ? ഒരു കണം, ആ ഒരു കണത്തിനകത്തുള്ള അളവില്ലാത്ത ഊർജം എല്ലാം തന്നെ ഒരു വിത്തിൽ ഉറങ്ങിയിരിക്കുന്ന വൃക്ഷം, ഓരോന്നിലും ഒരു മുട്ടയ്ക്കകത്തിരിക്കുന്ന ആ പൂർണ്ണതയെ പ്രാപിക്കാൻ എന്തുകൊണ്ടും സജ്ജമായിരിക്കുന്ന, പ്രകടമാകാത്ത ഒരവസ്ഥയുണ്ട്. അതിനെ പ്രകടമായി കാണുക. അപ്പം ഈ നേത്രത്തിൻ്റെ ഈ കാഴ്ച എന്ന് പറയുന്നത് കേവലം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല. അതുകൊണ്ടാണ് ഗീതയിൽ ആമുഖമായിട്ട്, ഇവിടെ ഈ അധ്യായത്തിൽ ആമുഖമായി ഭഗവാൻ പറഞ്ഞത്, ദിവ്യം ദദാമി തേ ചക്ഷുഹു, ഞാൻ നിനക്ക് ദിവ്യമായ ഒരു ചക്ഷുസിനെ പ്രദാനം ചെയ്യാം. അതുകൊണ്ട് പശ്യമേ യോഗമൈശ്വരം, എൻ്റെ ഐശ്വര്യമാർന്ന യോഗത്തെ കണ്ടാലും. അപ്പം നമുക്ക് ഈ ദിവ്യമായ ചക്ഷുസ്, എന്താണ് ആ ദിവ്യമായ ചക്ഷുസ്? ജ്ഞാനചക്ഷുസ്, അറിവാകുന്ന നേത്രം കൊണ്ട് നാം ഇവിടെ എന്തിനെ നോക്കിയാലും നിങ്ങൾക്ക് അവിടെ വിഭാഗീയതയോ ഏതെങ്കിലും വിധത്തിലുള്ള പൊരുത്തക്കേടുകൾ കാണാൻ സാധിക്കില്ല. നമ്മുടെ കാഴ്ചയിലെ പൊരുത്തക്കേടുകളെല്ലാം തന്നെ നാം വികൃതമായിട്ട് അതിനെ കാണുന്നു എന്ന് പറയാം. വേദത്തിൽ എന്തുകൊണ്ടാണ് ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ എന്ന് പറയുന്നത്? എൻ്റെ കാഴ്ചകളെല്ലാം ഭദ്രമായിരിക്കട്ടെ എന്ന് പറയുന്നത്, എൻ്റെ ദർശനം സമമായിരിക്കട്ടെ, സമദർശനമാകട്ടെ. എൻ്റെ കണ്ണുകൾ എനിക്ക് സമദർശനത്തെ തരട്ടെ. എന്താ സമദർശനം? സമം ഹി ബ്രഹ്മ. ആ സത്യമാണെല്ലാം. വൈവിധ്യങ്ങളൊക്കെ കാണും. നമ്മൾ പറയുമല്ലോ, ഈ പനിനീർ പുഷ്പം കാണാനൊക്കെ അതിസുന്ദരമാണ്, അതിൻ്റെ സുഗന്ധമാണെങ്കിലും. പക്ഷെ അതിൻ്റെ കൊമ്പിലുള്ള മുള്ളുകൾ, അയ്യോ, പലരും വിചാരിക്കും ഇത് എന്തിനാണ് ഇതിന് ഇങ്ങനത്തെ മുള്ളുകൾ കൊടുത്തത്? മുള്ള അതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യമാർന്ന ഒരു ഭാഗമാണ്. നമുക്കങ്ങനെ കാണാൻ പറ്റാത്തത് കൊണ്ടാണ്. മുൾച്ചെടികളൊന്നും നമുക്ക്, ചില പൊട്ടന്മാർ നിങ്ങളോട്
വന്നിട്ട് ഈ വാസ്തുക്കാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിവരദോഷികൾ, വിവരക്കേടിൽ ഡോക്ടറേറ്റ് എടുത്ത ഡോക്ടർമാരൊക്കെ ഉണ്ട് കേരളത്തിൽ. വിവരക്കേടിലാണ് അവരുടെ ഡോക്ടറേറ്റ്. അവർ പറയുന്നത് ഈ മുൾച്ചെടികളൊന്നും എന്താ പറയുക, ഈ വീട്ടിനകത്ത് വെക്കരുത്, വീട്ടിലേ വെക്കരുത്, അത് ഭയങ്കര നെഗറ്റീവാണ്, അതാണ് ഇതാണ്. ചില ചെടികളുണ്ട്, അതുപോലെ വൃക്ഷങ്ങളുണ്ട് പലതും. ഇപ്പം നമുക്കറിയാം ചേര് എന്ന് പറയുന്ന ഒരു ചെടിയുണ്ടല്ലോ, ചെടിയല്ല അത് വൃക്ഷമാണ്. അതിൻ്റെ തൊലിയൊക്കെ, തൊലിയിൽ നിന്നുള്ള കറയൊക്കെ നമ്മുടെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ തടിച്ചു വീർക്കും അത്. അപ്പോൾ അതിന് നമ്മൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഈ ചേരൊക്കെയുള്ള ചേരൊക്കെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ഈ കളി അതും ഇതുമൊക്കെ ആണല്ലോ. ഈ പണ്ട് ഈ ചെറുപ്പത്തിൽ ഈ മരത്തിൻ്റെ തൊലിയൊക്കെ പൊളിക്കാൻ പോകും. അപ്പോൾ ഈ അറിയാതെ ഈ ചേരൊക്കെ പൊളിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, സുഖമായിട്ടിങ്ങനെ പൊളിച്ചെടുക്കും. പിന്നെയാണ് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിയുമ്പോഴേക്കാണ് തടിച്ച് വീർത്ത് ഒരു പരുവത്തിലാവുക മൊത്തം. അപ്പോൾ ഈ താന്നിമരം ഉണ്ടെങ്കിൽ അതിനെ വലം വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവുന്ന, അതിൻ്റെ ഒരു ആൻറ്റി സാധനമാണ് താന്നി എന്ന് പറയുന്ന മരം. അപ്പോൾ പറയും, ഈ അമ്മമ്മയൊക്കെ പറയും, അപ്പോൾ ഈ താനിക്ക് ചുറ്റും പ്രദക്ഷിണം വയ്ക്കുകയെന്ന്. താനിയമ്മാമ ചേരമ്മാമൻ എന്നെ കടിച്ചു എന്ന് പറഞ്ഞിട്ട് താനിയമ്മാമ ഒരു പഴയ ഒരു രീതിയാണത്. ഇന്നങ്ങനെയല്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തെങ്കിലും അവിൽ 25 അലർജി ആയിട്ടുള്ള എന്തെങ്കിലും സാധനം കഴിച്ച് ആ പ്രശ്നം തീർക്കും. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ടോക്സിക് ആയിട്ടുള്ള ചെടികളുണ്ട്, അതിൻ്റെ ഇല പൊട്ടിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ കറ എന്തെങ്കിലും നമ്മുടെ ദേഹത്താവുക. ചിലതൊക്കെ ഈ നമ്മുടെ പെറ്റ്സിന് പോലും ബുദ്ധിമുട്ടുള്ള ചില ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ചില സ്വഭാവങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇത് നല്ല നല്ല ഓരോരോ സാധനങ്ങൾ വീട്ടിൽ വയ്ക്കുന്നത് ദോഷമാണ് എന്നൊക്കെ പറയുന്നത്, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം പിടിച്ചൊരു കാര്യം. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ ഈ പ്രപഞ്ചത്തെ, ഈ വിശ്വത്തെ നമുക്കതുപോലെ ഉൾക്കൊള്ളാനുള്ള വൈവിധ്യങ്ങളെ അതുപോലെ കാണാനുള്ള ശേഷി. ആ വൈവിധ്യങ്ങളൊക്കെ അതിൻ്റെ സൗന്ദര്യമാണ്, അതിനനിവാര്യമാണത്. അതുകൊണ്ട് ഈ വിശ്വരൂപ ദർശനം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു നമ്മുടെ വ്യാവഹാരിക ജീവിതത്തിൽ ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. അല്ലാതെ വിശ്വരൂപം ഞാൻ പഠിക്കുന്നത് എന്തിനാ? ഒരാൾ വിശ്വരൂപ ദർശനം ഇന്നത്തെ കാലത്ത് നമ്മളിത് പഠിക്കുന്ന സമയത്ത് ഇതുകൊണ്ടുള്ള നേട്ടം എന്താണ്? ഏറ്റവും പ്രധാനം എന്താണ്? വൈവിധ്യങ്ങളിൽ, അത് ഓരോരുത്തരുടെ വേഷങ്ങളാകട്ടെ, ജാതി, മതം, ആചരണം, എന്തോ ആകട്ടെ. പലപ്പോഴും നമുക്കറിയാം, നമ്മളൊക്കെ ചില വിവാഹങ്ങൾക്കൊക്കെ, വിവാഹ ചടങ്ങുകളൊക്കെ പങ്കെടുക്കാൻ പോവാറുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് അതൊക്കെ കാണുന്ന സമയത്ത് തൊട്ടടുത്തുള്ളവരുടെ ഓരോരോ കമൻറ്റുകൾ ഉണ്ടാവും. അത് കേൾക്കാനിടയായിട്ടുണ്ട്. ഇതെന്ത് ജാതി കല്യാണമാണിത്? അപ്പോൾ ഇവരെന്താണ്, ഇവരുടെ കല്യാണം എന്തോ വലിയ കേമമാണ്, ഇവരുടെ കല്യാണം നടത്തുന്നതാണ് കൃത്യമായ കല്യാണം നടക്കൽ, അങ്ങനെയാണ് വേണ്ടത്, ഇതെന്തോന്ന്, എന്തൊരു എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്, ഇതിൻ്റെ ഒരു സൗന്ദര്യമുണ്ട്. ചിലതിനെ വിമർശിക്കും, ഇത് ശരിയല്ല കേട്ടോ, ഇതിങ്ങനെയല്ല വേണ്ടത്, അങ്ങനെയാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്. ഇതെല്ലാം ഈ വൈവിധ്യങ്ങളെ എന്തൊക്കെ ഉണ്ടെങ്കിലും, ഒരാൾ ഇടത്തോട്ട് മുണ്ടെടുത്ത് കാണുമ്പോൾ എന്തിനാ നിങ്ങൾക്ക് ഒരു ചൊറിച്ചിൽ? തമിഴ്നാട്ടിൽ പോയി നോക്കൂ, നിങ്ങൾ അവിടെ ബ്രാഹ്മണന്മാർ ഇടത്തോട്ടാണ് മുണ്ടെടുത്തിരിക്കുന്നത്, അപ്പോൾ പ്രശ്നം തീരും. അപ്പം ഏതിലും എന്ത് കാണുന്നതിലും നമുക്ക് ഈ പറഞ്ഞതുപോലെ നമുക്ക് സ്വീകാര്യമാകാത്തതൊന്നും തന്നെ ശരിയല്ല എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, നമ്മുടെ കാഴ്ചപ്പാട്, അത് മാറും. അല്ലാതെ 5000 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 10000 കൊല്ലം മുമ്പ് ഒരാൾ ആകാശത്ത് ഇങ്ങനെ വലിയൊരു ഉക്കൻ രൂപം കണ്ടു എന്നല്ല നമ്മൾ കാണുന്ന. അതാണ് ജീവൻ മുക്താനന്ദ ലഹരിയിൽ ശങ്കര ഭഗവത്പാദർ ജീവൻ മുക്തൻ്റെ ആനന്ദത്തെ പറയുമ്പോൾ എന്താ പറയുന്നത്? അദ്ദേഹം വൈവിധ്യങ്ങളെ കാണുന്നു, പക്ഷേ അയാൾ എന്തില്ല? വ്യാമോഹമില്ല. വ്യാമോഹം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ. അദ്ദേഹം കാണുന്നു. ആ ജീവൻ മുക്താനന്ദ ലഹരിയുടെ ആദ്യത്തെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു
കൃതിയാണ് ശങ്കര ഭഗവത്പാദരുടെ ജീവൻ മുക്താനന്ദ ലഹരി. ലഹരിക്കെതിരെ നമ്മൾ പല ക്യാമ്പയിൻ നടത്തുമ്പോൾ ഈ ജീവൻ മുക്താനന്ദ ലഹരിയൊക്കെ പഠിച്ചാൽ മതി, പിന്നെ വേറെ ലഹരി ഒന്നും അന്വേഷിച്ച് പോകേണ്ടതില്ല. ഈ ജീവൻ മുക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഉശാന്താടിയായിട്ട് കുളിക്കാതെ ജപിക്കാതെ അല്ല എന്താ പറയുക എവിടെയെങ്കിലും മരച്ചുവട്ടിലിരിക്കുന്ന ഒരു അടുപ്പിക്കാൻ പറ്റാത്ത ഒരു മനുഷ്യനെന്നല്ല. അയാൾ എന്താണ് ഈ ബന്ധനങ്ങളിൽ നിന്ന് മോചിതനായിട്ടുള്ളവനാ. അവൻ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളെപ്പോലെയൊക്കെ തന്നെ നമുക്ക് ആ മാനസികാവസ്ഥയിൽ ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. നമ്മുടെ വസ്ത്രധാരണവും മറ്റു കാര്യങ്ങളൊന്നും അതിന് വിഷയമല്ല. അപ്പം അതിലെന്താണ് ഭഗവത്പാദർ പറയുന്നത്? പുരേ പൗരാൻ പശ്യൻ നരയുവതിനാമാകൃതിമയാൻ സുവേഷാൻ സ്വർണാലങ്കരണകലിതാൻ ചിത്രസദൃശാൻ സ്വയം സാക്ഷാത് ദൃഷ്ടേത്യപി ച കലയൻ തൈ സഹരമൻ മുനിർനവ്യാമോഹം ഭജതി ഗുരുദീക്ഷ ക്ഷതതമാഹ. മുനിർനവ്യാമോഹം ഭജതി എന്താണ്? ഗുരുദീക്ഷ ക്ഷതതമാഹ. ഗുരുവിൽ നിന്നുള്ള ഈ അനുഗ്രഹം ജ്ഞാനം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് വ്യാമോഹം ന ഭജതി. എന്താ അദ്ദേഹം കാണുന്നത്? പുരേ പൗരാൻ പശ്യൻ. പുരേ പട്ടണത്തിൽ പൗരാൻ ജനങ്ങളെ പശ്യൻ കാണുന്നു. നമ്മളും കാണുന്നില്ലേ? ആളുകളെ കാണുന്നു. ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്നുണ്ടോ? മാതൃകയായിട്ട് നമ്മളോട് ഇതൊക്കെ പറയേണ്ടുന്നവർ പോലും അവരെയൊക്കെ കണ്ടാലറിയാം എന്ന് പറഞ്ഞുകൊണ്ട് വിഭജനത്തിൻ്റെ വിദ്വേഷത്തിൻ്റെ പരാമർശങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇവർക്കൊക്കെ ആധ്യാത്മികതയുടെ 7 അയലം അവരെത്തിയിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ കാണുന്നത്. അപ്പോൾ പൗരജനങ്ങളെ കാണുന്നു, ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരാൾ ഒരേ പൗരാൻ പശ്യൻ കാണും. എങ്ങനെയാണ്? നരയുവതിനാമാകൃതിമയാൻ. നരൻ യുവതി പല ആകൃതി പല നാമങ്ങൾ ഒക്കെയാണ്. ഓരോരുത്തരോട് പേര് ചോദിക്കാൻ നിന്ന പല 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 വിധത്തിലുള്ള പേരുകളാണ്. പല മതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. പല വിധത്തിലുള്ള വസ്ത്രധാരണങ്ങളാണ്. സുവേഷാൻ സ്വർണാലങ്കരണകലിതാൻ ചിത്രസദൃശാൻ. നന്നായി വസ്ത്രം ധരിച്ചിട്ടുള്ളത് സുവേഷാൻ. സ്വർണാഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുള്ളവർ, അതല്ല വല്ല മുത്തുമാലകളോ മുക്കുപണ്ടങ്ങളോ ധരിച്ചിട്ടുള്ളവരില്ലാത്തവരുണ്ട്, ഇതൊന്നും ധരിക്കാത്തവർ. അപ്പോൾ വസ്ത്രങ്ങളിലെ വൈവിധ്യം അതൊക്കെ കണ്ട് നമ്മൾ ആളെ വിലയിരുത്തണ്ടെന്ന് പറയും. ഇയാളുടെ ഒരു ഷർട്ടിൻ്റെ കോലം നോക്കിയേ, 4 പെട കൊടുക്കണം. എന്തിന്? വല്ലവരും ഇട്ട ഒരു ഷർട്ട് കണ്ടിട്ട് എന്തിനാണ് ഇങ്ങനെയൊരു പ്രശ്നം? പിന്നെ ഇതിലൊക്കെ എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ഈ നമ്മളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലൊന്ന് സിനിമയാണ്. ഈ സിനിമയിലൊക്കെ ചില എന്താ പറയുക ബോറൻ തല്ലിപ്പൊളി കഥാപാത്രങ്ങളെ, അതായത് അവരെ നമുക്ക് തന്നെ കാണുമ്പോൾ അവരിൽ ഈ വെറുപ്പും അറപ്പും ഒക്കെ ഉണ്ടാക്കാൻ പ്രേക്ഷകരിൽ ഇവനൊരു തല്ലിപ്പൊളിയാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചില വസ്ത്രങ്ങളിൽ ചില ഇതൊക്കെ കാണിക്കും, അവരുടെ രീതി എല്ലാം. അപ്പോൾ നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സ് വ്യവസ്ഥീകരിക്കപ്പെടുന്നുണ്ട്. കണ്ടീഷൻ മൈൻഡാണ് നമുക്ക്. ഈ വ്യവസ്ഥീകരിക്കപ്പെട്ട മനസ്സ് ഇതൊക്കെ ഇതിൽ നിന്ന് പുറത്ത് ചാടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നിങ്ങളോട് പറയാം, ചില സിനിമകൾ, ആ സിനിമയിൽ ഈ കഥാപാത്രം ഒരുപാടൊന്നും അഭിനയിക്കേണ്ട കാര്യമില്ല. ഒരുപാട് എന്താ പറയുക സീനുകൾ. ഈ ചില സംവിധായകരുടെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് അതാണ്. ഒരു ക്യാരക്ടറിനെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുക, അത് പ്രേക്ഷക മനസ്സിൽ നിൽക്കുക. അത് എത്ര കഴിഞ്ഞാലും ഈ ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതിലുള്ള ഓരോ ആളുകൾക്കും ഒരു ഭയങ്കര പ്രാധാന്യമുണ്ട്. അവരത് കൃത്യമായിട്ട് എന്താ പറയുക കമ്മ്യൂണിക്കേറ്റ് ചെയ്യും വളരെ നന്നായിട്ട്. ഇപ്പോൾ നമ്മൾ നിങ്ങളോട് ഒരു സിനിമയുടെ ഇത് പറയാം, നമുക്ക് മനസ്സിലിപ്പോൾ തോന്നിയതാണ്. ഈ ആക്ഷൻ ഹീറോ ബൈജു എന്ന് പറയുന്ന ഒരു പോലീസിൻ്റെ ഒരു കഥയുള്ള ഒരു സിനിമ ഉണ്ടല്ലോ, നിവിൻ പോളി. അദ്ദേഹം തോന്നുന്നു. എന്തായാലും ആക്ഷൻ ഹീറോ ബൈജു പോലീസാണ്, SI ആണ്. അപ്പോൾ മൂപ്പര് എല്ലാ കേസും ഇങ്ങനെ കൈകാര്യം ചെയ്യും. വളരെ ഒരു ജനകീയനാണ് മൂപ്പര്, ധർമ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ മൂപ്പരുടെ മുന്നിൽ പല കേസുകൾ വരുന്നുണ്ട്, പല കേസുകളുണ്ട്.
ഒരു കേസ് ഒരാൾ നായയെ വിട്ടിട്ട്, ഈ നായ അയാളുടെ വീട്ടിലെ നായയാണ്, അത് ഒരു കുട്ടിയെ കടിക്കുന്നതാണ്. അതാണ് കേസ്. അപ്പോൾ ഈ കേസ് ഇദ്ദേഹത്തിന് മുന്നിൽ വരുമ്പം അപ്പോൾ ഇദ്ദേഹം ഒരാളെ ഒരു കോൺസ്റ്റബിളിനെ പറഞ്ഞു വിടുന്നുണ്ട്, എന്താണ് പോയി അന്വേഷിച്ച് വരാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടുന്ന് ഫോൺ ചെയ്തിട്ട് പറയും, സാറേ വളരെ പരിതാപകരമാണ് കാര്യം, വല്ലാത്തൊരു കഷ്ടമാണ് അത് ചെയ്തത്, അത് ശരിയായിട്ടുള്ളതൊന്നല്ല എന്നൊക്കെ പറയും. മുമ്പ് ഒരു വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് പോകുന്നതാണ്. അപ്പോൾ സിറ്റുവേഷൻ മോശമാണ്, അത് ശരിയായിട്ടുള്ളൊരു കാര്യമില്ല. അപ്പോൾ ഇത് ചെയ്ത ആളോ ധനികനാണ്, ഒരു തല്ലിപ്പൊളി ധനികൻ. നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനത്തെ കുറേ തല്ലിപ്പൊളികൾ. അപ്പോൾ ഒരു തല്ലിപ്പൊളി ധനികനെ എങ്ങനെ നമ്മളിൽ കൂടുതൽ ഇയാൾ തല്ലിപ്പൊളിയാണെന്നൊന്നും പറയാതെ തന്നെ നമുക്ക് ഈ സിനിമയുടെ സംവിധായകൻ അവരുടെ കോസ്റ്റ്യൂം വഴി നമുക്ക് കാണിച്ചു തരും. അപ്പോൾ ഇയാളുടെ ഒരു ഷർട്ട് ഉണ്ട്, അയാളുടെ ഒരു താടി, ഇയാൾ വേറെ സിനിമയിലൊന്നും നമ്മൾ അയാളെ കണ്ടിട്ടില്ല, പക്ഷേ ഒരൊറ്റ ഇത് മാത്രം മതി. അയാളുടെ ഒരു താടി, അയാളുടെ ഒരു ബെഡ്ഷീറ്റ് പോലത്തെ ഒരു ഷർട്ടൊക്കെ ഇട്ടിട്ട് അയാളിങ്ങനെ എന്താ പറയുക, ഇയാൾ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ എവിടെയാണ്, സിംഗപ്പൂരിലോ ബാംഗ്ലൂരിലോ അവിടെ എവിടെയാണ്, എനിക്കിപ്പോൾ വരാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇയാൾ തെരഞ്ഞു പിടിച്ചിട്ട് ഇടി കൊടുത്ത്, എന്താ പറയുക, ആ സീൻ അത്രയേ ഉള്ളൂ. ഒരു ഇടിച്ചിട്ട് ജീപ്പിലേക്ക് കയറ്റുന്നതും പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ബാക്കിയുള്ള ഒരു ഇടി കൊടുക്കുന്ന ഒരു സിനിമയിൽ അയാളുടെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് മാക്സിമം 2-3 മിനിറ്റ് കഷ്ടി ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ആളെക്കുറിച്ച് നമ്മളിങ്ങനെ ഓർക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് തോന്നും അത് ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് വെച്ചാൽ സിനിമയൊക്കെ ഓക്കെ, സിനിമയാണത്. പക്ഷേ സിനിമ വേറെ, നമ്മുടെ റിയൽ ലൈഫ് വേറെ. അപ്പോൾ അവിടെ ഈ ചിലരെയൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇയാളെന്തത് ഇങ്ങനെ ഒരു കല്യാണത്തിൻ്റെ സ്ഥലത്തൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ മൂപ്പര് വരുമ്പം ഇതേപോലെ ഒരു വാലുള്ള തൊപ്പി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ കോപ്രാട്ടികളൊക്കെ ആയിരിക്കാം തോന്നുമ്പോൾ നമുക്കത് ആസ്വദിക്കാൻ പറ്റുമെന്നുള്ള. അവിടെയാണ് ജീവൻ മുക്താനന്ദ ലഹരി പറയുന്നത്. എന്താ, പുരേ പൗരാൻ പശ്യൻ നര യുവതി നാമാകൃതിമയാൻ സുവേഷാൻ സ്വർണ്ണാഭരണ കലിതാൻ ചിത്രസദൃശാൻ. ഇയാൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ്. അർജുൻ ഇവിടെ കാണുന്നത് അതാണ്, ഒരു ചിത്രമാണ്, ചിത്രം കണക്കെയാണ് കാണുന്നത്. പക്ഷെ ഒരു ക്യാൻവാസിലാണ് ഇത് കാണുന്നത്. ആ ക്യാൻവാസാണ് കൃഷ്ണൻ. കൃഷ്ണനാകുന്ന ക്യാൻവാസിൽ അർജുനൻ കാണുന്ന ചിത്രം, അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. കൃഷ്ണനാകുന്ന ക്യാൻവാസിൽ അർജുനൻ കാണുന്ന ചിത്രങ്ങൾ. ഈ കൃഷ്ണനാകുന്ന കളേഴ്സാണ്. ആ കളർ കൃഷ്ണന്, ഓരോ കളറും കൃഷ്ണനാണ്. കൃഷ്ണൻ്റെ നിറം നീലയാണ്. എന്തുകൊണ്ടാണ്? നീല നിറം അനന്തതയെ, ഇൻഫിനിറ്റിനെ അനന്തതയെ സൂചിപ്പിക്കുന്നതാണ് നീല. അതുകൊണ്ടാണ് സമുദ്രത്തിനും ആകാശത്തിനും ഒക്കെ നീല നിറം. രസമായിട്ടുള്ള ഒരു കവി എഴുതിയ പാട്ടുണ്ടല്ലോ, രാധ എന്തേ വെളുത്തും കണ്ണൻ എന്തേ കറുത്തും കാര്യം എന്തെന്ന് എന്നോട് ചൊല്ലമ്മേ എന്ന് പറയുന്നത്. അപ്പോൾ യശോദയോട് ചോദിക്കുന്നതായിട്ടുള്ളതാണ്. അപ്പോൾ യശോദ പറയും, കറുപ്പിൻ്റെ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. കണ്ണിലെ കൃഷ്ണമണി കറുപ്പല്ലേ, കാർമേഘങ്ങൾ കറുപ്പല്ലേ, അങ്ങനെ കുറേ കറുപ്പിൻ്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്ന രസമായിട്ടുള്ള ഇതുണ്ട്. അപ്പോൾ ഈ ഒരു ജീവൻ മുക്തൻ്റെ കാഴ്ച, അവിടെ കാണുന്ന വൈവിധ്യങ്ങളെ കണ്ടിട്ട് എന്താണ്, ന വ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഹ. അപ്പം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട്, ദീക്ഷ എന്ന് പറഞ്ഞാൽ ജ്ഞാനം നേടിയത് കൊണ്ടാണ്. മുനിർന വ്യാമോഹം, വ്യാമോഹം ഇല്ല. ഈ വ്യാമോഹമില്ലായ്മയിലേക്ക് നമ്മൾ ഉയരണം. അപ്പോഴാണ് ഭഗവത്ഗീതയും ഞാനും, എൻ്റെ ജീവിതവും ഭഗവത്ഗീതയും തമ്മിൽ, എന്നെ ഭഗവത്ഗീത സ്വാധീനിക്കുന്നു എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ വിശ്വരൂപ ദർശനം നിങ്ങൾ ചൊല്ലാൻ പഠിച്ചതുകൊണ്ടോ ഇടയ്ക്കിടയ്ക്ക് ശ്ലോകം ചൊല്ലിയത് കൊണ്ടോ ഇതൊന്നും പ്രത്യേകിച്ച്. ഇതെങ്ങനെയാണ് നമ്മളെ സ്വാധീനിക്കുന്നത്? വിശ്വരൂപ ദർശനത്തിലൂടെ ഞാൻ എന്ത് ഉൾക്കൊണ്ടു? പ്രധാനപ്പെട്ട ചോദ്യമാണ്.
അപ്പം എൻ്റെ വീട്ടിലെ വൈവിധ്യങ്ങളെ തന്നെ എനിക്ക് എന്താണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ എൻ്റെ വീട്ടിൽ കാണുന്ന ചില വൈവിധ്യങ്ങൾ എന്ന് പറയുന്നത് ചില ആളുകളുടെ സ്വഭാവങ്ങളിലും പ്രവൃത്തികളിലും ഒക്കെയാണ്. എണ്ണിയാലൊടുങ്ങാത്തതുണ്ട് നമുക്ക് പറ്റാത്ത പല കാര്യങ്ങൾ. മഴ ഇഷ്ടമില്ല, വേനൽ ഇഷ്ടമില്ല, തണുപ്പ് ഇഷ്ടമില്ല, അതിഷ്ടമല്ല, ഇതിഷ്ടമല്ല. ഫാൻ ഒന്ന് ഒരു സ്റ്റെപ്പ് കൂടിയാൽ അപ്പോൾ പ്രശ്നമായി. എന്നാലോ ഒരു ഫാൻ്റെ നേരെ മൂട്ടിൽ പോയിരിക്കും. പക്ഷെ തനിക്ക് ഫാൻ വേണ്ട, അതുകൊണ്ട് മറ്റുള്ളവർക്കൊന്നും വേണ്ട. ചിലർക്ക് ഇങ്ങനെയാണ് ചിലരുടെ പരിപാടി. AC ഇടല്ലേ, എനിക്ക് തീരെ പറ്റൂല. പിന്നെ നിങ്ങൾ ഇരിക്കേണ്ടെന്ന് അപ്പുറത്തെ എവിടെയും പോയി ഇരുന്നോളൂ, എനിക്ക് ഈ തണുപ്പ് പറ്റില്ല, ഇന്ന് പുതച്ചോളൂ നന്നായിട്ട്. ഇപ്പോൾ തിയേറ്ററിൽ പോയാൽ നിങ്ങൾക്ക് എങ്ങനെ? അപ്പോൾ കുട്ടികൾ ചോദിക്കുക, അമ്മ അപ്പോൾ തിയേറ്ററിൽ വരുന്നുണ്ടല്ലോ, ആ തിയേറ്ററിൽ ഞാൻ പുതച്ചിട്ടായിരിക്കുക, അപ്പോൾ ഇവിടെ അങ്ങോട്ട് പുതച്ചിരുന്നാൽ പോരെ? നീ മിണ്ടാതിരിക്കടാ, തർക്കുത്തരം പറയുന്നത്, ആരോടാ സംസാരിക്കുന്നതെന്ന് ഒരു ബഹുമാനവും ഇല്ലാതെ. എന്താണ് സാറേ, ഇങ്ങനെയൊക്കെ ആയാൽ ശരിയാവുമോ? എല്ലാറ്റിലും നമുക്കിങ്ങനെ ഒരു 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 എന്താ പറയുക, താളത്തിൽ അങ്ങനെ പോയാലുണ്ടല്ലോ ഒരു ഭയങ്കര രസമായത്. അപ്പോഴാണ് ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സാധനം. അതാണ് ഭഗവാൻ, അതാണ് അർജുനൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വിശ്വരൂപത്തിൻ്റെ രത്നച്ചുരുക്കം എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ ഇതിൽ അവരുണ്ടോ ഇവരുണ്ടോ, അവരെ കണ്ടു ഇവരെ കണ്ടു, നമ്മളെന്തൊക്കെ കാണുന്നു. നമുക്ക് പരിചയമില്ലാത്ത പല ശബ്ദങ്ങളുണ്ടാവാം ഇതിൽ. പക്ഷേ എന്തൊക്കെ ഇന്ന് നമ്മൾ കാണുന്നു, ഇന്ന് നമ്മുടെ മുന്നിൽ എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്, അതെല്ലാം ഒരു സ്ക്രീനിൽ സിനിമ കാണുന്നത് പോലെയായത്. അപ്പോൾ ഇവിടെ എന്താ ഭഗവാനോട് പറയണത്? ഹേ ഭഗവാന്, എന്തൊക്കെയാണ് മുകളിൽ താഴെ നാല് പാടും എല്ലാ ദിക്കിലും അങ്ങ് തന്നെ വ്യാപിച്ചിരിക്കുന്നു, അങ്ങയെ തന്നെ ഞാൻ എല്ലായിടത്തും കാണുന്നു. അങ്ങനെ ലോകം തന്നെ ഭയപ്പെട്ടുകൊണ്ട് നിലകൊള്ളും. അങ്ങയുടെ എന്താണ് അനേക മുഖങ്ങൾ, അനേകം കൈകൾ, കാലുകൾ, തുടകൾ, ദംഷ്ട്രകൾ, ഈ രൂപം കണ്ടിട്ട് ലോകം തന്നെ ഭയപ്പെട്ടിളകുന്നു. ഞാനും അപ്രകാരം തന്നെ. ഇങ്ങനെ 23-ാമത്തെ ശ്ലോകം വരെയാണ് നമ്മൾ ചർച്ച ചെയ്ത് വെച്ചിട്ടുള്ളത്. തുടർന്ന് നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാത്താനനം ദീപ്തവിശാലനേത്രം ദൃഷ്ട്വാ ഹി ത്വാം പ്രവ്യദിധാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണോ. ഹേ വിഷ്ണു, ദേവേഷ്ടി വ്യാപ്നോതി ഇതി വിഷ്ണു, എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് ഏതോ ആ തത്വത്തെയാണ് വിഷ്ണു എന്ന് പറയുന്നത്. ഹേ വിഷ്ണു, ജഗത് വ്യാപിൻ, പ്രപഞ്ചം മുഴുവൻ വ്യാപന സ്വഭാവത്തോടുകൂടി എല്ലാമായി നിൽക്കുന്നവനെ. നഭസ്പൃശം ദീപ്തം അനേകവർണം, നഭസ്പൃശം ആകാശത്തെ, ആ അനന്തതയിലേക്ക് അതിനെ അതിവർത്തിച്ച് നിൽക്കുന്ന, ദീപ്തം ജ്വലിക്കുന്ന, അനേകവർണം പല വർണ്ണങ്ങളായി, വ്യാത്താനനം, വ്യാത്താനനം തുറന്ന വായയോട് കൂടിയിട്ടുള്ള, ദീപ്തവിശാല നേത്രം, അതേപോലെ തന്നെ പ്രകാശപൂർണമായിരിക്കുന്ന നേത്രങ്ങളോട് കൂടിയിട്ടുള്ള, ത്വാം ദൃഷ്ട്വ, അങ്ങയെ കണ്ടിട്ട്, പ്രവ്യദിതാത്മാ, എൻ്റെ മനസ്സും ഭയപ്പാടുകൊണ്ട് ഇളകിയിട്ടുള്ളവനായിട്ടുള്ള അഹം ഞാൻ, ധൃതിം ശമം ച ന വിന്ദാമി, എനിക്ക് ഒരു ധൈര്യവും അതുപോലെ തന്നെ ഒരു സമാധാനവും എനിക്ക് കിട്ടുന്നില്ലല്ലോ ഭഗവാനെ എന്ന് പറയാം. ഞാനിപ്പോൾ ആകെ ഭയപ്പാടുള്ളവനായി തീർന്നിരിക്കുന്നു. മുൻപ് സൂചിപ്പിച്ചതുപോലെ പലതും നമുക്ക് കാഴ്ചകൾ, ഇപ്പം അർജുനൻ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, പക്ഷേ എവിടെയൊക്കെയോ എങ്ങനെയാണ് അർജുനന് ഭയപ്പാടുണ്ടാകുന്നത്? അതൊരു വിപരീതമാണല്ലോ തീർച്ചയായിട്ടും. കാരണം ജ്ഞാനി കാണുന്നു എങ്കിൽ ജ്ഞാനിക്ക് ഭയപ്പാടിൻ്റെ കാര്യമില്ല. ഭയമുണ്ടാകുന്നത്
രണ്ടിൽ നിന്ന്, ദ്വിതീയാത് വൈ ഭയം ഭവതി അഥവാ ഭ്രമം ഭവതി, രണ്ടിൽ നിന്ന് ഭയവും ഭ്രമവും ഉണ്ടാകുന്നത്. അപ്പം അർജുനൻ ഇവിടെ ജ്ഞാനം പൂർണ്ണമായിട്ടില്ലല്ലോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അർജുനന് അങ്ങനെ ഭയപ്പാടുണ്ട് എങ്കിൽ എന്തുകൊണ്ടാണ് അർജുനൻ അങ്ങനെ ഭയപ്പാടിനെ കുറിച്ച് പറയുന്നത്? അടുത്ത ശ്ലോകം കൊണ്ട് അർജുനൻ അത് വ്യക്തമാക്കുകയാണ്. എന്താണ് കാരണം? ചിലതൊക്കെ കാണുമ്പോൾ നമുക്കും പേടിയാവുമല്ലോ. എന്തുകൊണ്ടാണ് സനാതനധർമ്മത്തിൽ, ഹിന്ദു ധർമ്മത്തിൽ ദേവീ ദേവന്മാരിലൊക്കെ ഇങ്ങനെയുള്ള രൂപങ്ങളെ കാണിച്ചിട്ടുള്ളത്? അതുകൊണ്ടാണ് ചിലർ അതിനെ വിമർശിക്കുന്നത്. ലോകത്തിൻ്റെ രൂപമാണത്. അല്ലാതെ ഇവർ നിങ്ങളിങ്ങനെ ആ വാളും ഇതൊന്നും എടുത്ത് വെട്ടാൻ വരും എന്നല്ല. ഇതാ അർജുനൻ കാണുന്നു. പ്രത്യേകിച്ച് എന്താ പറയുക, ഈ ശാക്തേയ സമ്പ്രദായത്തിലൊക്കെ കാണുന്ന ഉഗ്രമായിട്ടുള്ള രൂപങ്ങളുണ്ട്. കാളിയുടെയൊക്കെ ഇങ്ങനെ എന്താ ദംഷ്ട്രകളൊക്കെ പുറത്തേക്കാക്കി വാളും തലയോട്ടികളൊക്കെ ധരിച്ചിട്ടുള്ള ഉഗ്രരൂപം കാണുമ്പോൾ പേടിയാവും. ഇവിടെ അർജുനൻ അങ്ങനെ ഒരു രൂപം പറയുകയാണ്. ഇതാണ് എൻ്റെ ഭയത്തിന് കാരണം എന്നുള്ളത് അർജുനൻ ഇവിടെ വ്യക്തമാക്കുകയാണ്. ദംഷ്ട്രാകരാളാനി ച തേ മുഖാനി ദൃഷ്ട്വൈവ കാലാൻ അലസന്നിഭാനി ദിശോ ന ജാനേ ന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. ഹേ ദേവേശ, ഹേ ജഗന്നിവാസ്, പ്രസീദ, എന്നിൽ പ്രസാദിച്ചാലും. എന്തുകൊണ്ടാണ്? ദംഷ്ട്രാകരാളാനി ച തേ മുഖാനി, തേ അങ്ങയുടെ ദംഷ്ട്രാകരാളാനി ച ദംഷ്ട്രകൾ കൊണ്ടും അതുപോലെ തന്നെ ഭയങ്കരങ്ങളായിട്ടുള്ള മുഖങ്ങളെ കണ്ട്, കാലാനല സന്നിഭാനി, പ്രളയാഗ്നിക്ക് സമാനമായിട്ടുള്ള അങ്ങനെ എല്ലാറ്റിനെയും വിഴുങ്ങുന്ന അഗ്നിയോട് കൂടിയിട്ടുള്ള അങ്ങയുടെ ഈ മുഖം കണ്ടിട്ട് ദിശ ന ജാനേ, എനിക്ക് ദിക്ക് തന്നെ തെറ്റിയിരിക്കുക. എനിക്ക് മൊത്തത്തിൽ എന്താ പറയുക, ദിശാബോധം നഷ്ടപ്പെട്ടിരിക്കും എൻ്റെ ഇതൊക്കെ കണ്ടിട്ട്. ന ജാനേ ശർമ്മ ന ലഭേച്ച, എനിക്കൊരു സമാധാനം, സുഖം, സമാധാനം കിട്ടുന്നില്ല, എനിക്കതിനെ പ്രാപിക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. ഹേ ദേവേശ, ഹേ ജഗന്നിവാസ, അല്ലയോ ദേവാദിദേവ ഭഗവാനെ, എന്നിലങ്ങ് പ്രസാദിച്ചാലും എനിക്ക് ഇതിൽ നിന്നും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തി തരൂ. തുടർന്ന് വീണ്ടും അർജുനൻ പറയാണ്, അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഹ. എന്തൊക്കെയാണ് അർജുനൻ്റെ പ്രശ്നങ്ങൾ? ഇത് പറയാം. നേരത്തെ 1-ാം അധ്യായത്തിൽ പറയുന്ന പ്രശ്നങ്ങളുണ്ട്. ഇവിടെ അർജുനന് കുറച്ചൊരു എന്താ പറയുക, അഹമേഷാം മമ ഏതേ എന്നുള്ള ഭ്രാന്തി ഉണ്ട്. അതിൻ്റെ കുറേ ലക്ഷണങ്ങൾ പറയുകയാണ്. അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഹ സർവേ സഹൈവാവനിപാലസംഗൈഃ ഭീഷ്മോ ദ്രോണ സൂതപുത്രസ്തദാസൗ സഹാസ്മദീയൈരഭിയോധമുഖ്യൈഃ വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാളാനി ഭയാനകാനി കേചിത് വിലഗ്നാ ദശനാന്തരേഷു സംദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈഃ. അർജുനനെ വല്ലാതെ ഭയപ്പെടുത്തുന്നത് ഇതൊക്കെയാണ്. കാരണം അർജുനൻ കാണുന്നു. 1-ാം അധ്യായത്തിലും അർജുനൻ കണ്ടതാണ്. കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ യോത്സ്യമാനാൻ അവേക്ഷേഹം യ ഏതേത്ര സമാഗതാഹ. എൻ്റെ രഥം അങ്ങ് നിർത്തണം, ഇവിടെ ആരോടൊക്കെയാണ് എനിക്ക് യുദ്ധം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ, അപ്പോൾ എന്നാ ശരി അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഏതാൻ കുരുൻ പശ്യ, ഈ കൗരവന്മാരെ കണ്ടാലും എന്ന് പറഞ്ഞുകൊണ്ട് സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ അങ്ങനെ ആവട്ടെ എന്നുള്ള മട്ടിൽ ഇരു സൈന്യങ്ങളുടെ മധ്യത്തിലായി കൊണ്ടുപോയി നിർത്തിക്കൊടുത്തു. അപ്പോഴവിടെ അർജുനൻ കാണുന്നത് ആരെയാണ്? ആചാര്യാൻ പിതരാൻ പുത്രാൻ പൗത്രാൻ പുത്രാൻ സഖീംസ്തദാ ശുശുരാൻ സുഹൃതശ്ചൈവ. ആചാര്യൻ,
പുത്രസമന്മാരായിട്ടുള്ളവർ, പിതാക്കന്മാർ, മുത്തശ്ശന്മാർ, 5 തലമുറയെ അർജുനൻ അവിടെ കാണുന്നു. ഒരുപാട് പേർ, ഈ പറഞ്ഞ ധൃതരാഷ്ട്രപുത്രന്മാർ, ഇവരോടൊക്കെ അർജുനൻ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഞാനെന്നും എൻ്റേതെന്നുള്ള ആ ഒരു ഉത്തരവാദിത്വ ബോധമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും കുറേ കാലം കൂടെ ഒരുമിച്ച് കിടന്നുറങ്ങി കളിക്കുക ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവരാണ്. ധൃതരാഷ്ട്രനെ കണ്ടു കഴിഞ്ഞാൽ പോയി നമസ്കരിക്കുകയും ക്ഷേമാന്വേഷണം നടത്തുകയൊക്കെ ചെയ്യുന്നതാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഈ തല്ലലും ഒക്കെ ഉണ്ടെങ്കിലും ഈ ഓണത്തിനൊക്കെ കുടുംബക്കാരൊക്കെ ഒത്തുചേരുമല്ലോ. അപ്പോൾ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാലും വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്, എന്താണോ സുഖമല്ലേ, അങ്ങനെ പോകണു, അത് മതി. അപ്പോൾ ആ പാവം അമ്മ പറയാം, നിങ്ങളൊന്നും മിണ്ടിയല്ലോ, എനിക്കത് മതി, അല്ലെങ്കിൽ എനിക്കിപ്പോൾ എന്താ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. മൂപ്പരും പറയും എനിക്കെന്ത് പ്രശ്നം, പിന്നെ എന്താന്ന് പറഞ്ഞാൽ ഞാനെല്ലാം വെട്ടി തുറന്ന് പറയുന്ന ഒരാളാണ്. നിൻ്റെ ഈ വെട്ടി തുറന്ന് പറച്ചില്ലേ, അതായി ഈ കുഴപ്പം. ഇത് അർജുനൻ്റെ ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളുണ്ട്. അതിനെ അർജുനൻ ഇവിടെ കാണും. അമീജത്വാം ധൃതരാഷ്ട്രസ്യ പുത്രാഹ അവനിപാലസംഗൈഹി സഹ ഏവ ധാർത്തരാഷ്ട്രസ്യ പുത്രാഹ. ഈ അവനിപാലസംഗൈഹി, അവനി ഭൂമി, പാലം, അതിനെ പാലിക്കേണ്ട സംഘങ്ങൾ, രാജസമൂഹം, ഈ ഉത്തരവാദിത്തപ്പെട്ടവർ, ഭൂമിയെ പരിപാലിക്കേണ്ടവന്മാരാണ്. അവരാണ് ഈ തല്ലിപ്പൊളിത്തരത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അവരെല്ലാവരും തന്നെ അമീ ധൃതരാഷ്ട്രസ്യ പുത്രാഹ, ഈ ധൃതരാഷ്ട്രൻ്റെ പുത്രന്മാരും എൻ്റെ ജ്യേഷ്ഠാനുജന്മാരും, ഇവരൊക്കെ തന്നെ ആരൊക്കെയാണ്? ഭീഷ്മരുണ്ട്, ദ്രോണരുണ്ട്, അസൗ സൂതപുത്ര, കർണനുമുണ്ട്. മര്യാദയ്ക്ക് കർണൻ എന്നൊക്കെ പറഞ്ഞാൽ മതി, എന്നാലും മൂപ്പരുടെ മനസ്സിലിരിപ്പൊക്കെ അങ്ങനെയാണ്. സൂതപുത്രനാണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്തായാലും എന്നാലും അസൗ സൂതപുത്ര, ഈ കർണൻ. എന്താണ്, ഭേദങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഈ വിശ്വരൂപമൊക്കെ കണ്ടാലും ഇടയ്ക്ക് വീണ്ടും ഇങ്ങനത്തെ ഓരോന്നൊക്കെ വരുവേ. നമുക്കും ഈ പ്രശ്നം ഉണ്ടല്ലോ. സ്വാമി കാര്യങ്ങളൊക്കെ ശരിയാട്ടോ, ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോണ്ടല്ലോ സ്വാമി ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ആ സമയത്ത് ഇങ്ങനെ മനസ്സിനൊരു സുഖവും ഞാൻ തീരുമാനവും ഒക്കെ എടുക്കും. പക്ഷേ ഇതിങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്കും ഇതൊക്കെ എങ്ങോട്ടാ പോയതെന്ന് അറിയില്ല, വീണ്ടും പഴയത് തന്നെ. ഇതെന്താ സ്വാമി, ഇത് ശരിയാവൂലേ? എൻ്റെ ജന്മം എന്താണ്, ശാപം പിടിച്ചതാണോ? ഒന്നുമില്ല, ഇതങ്ങനെയാണ് ഇതിൻ്റെ സ്വഭാവം. പക്ഷേ ഇതിനെ നമ്മൾ അർജുനന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ആയിക്കൂടാ? ലൈസൻസ് അല്ല, പക്ഷേ ഇങ്ങനെയൊക്കെ ഇളകാം, അതിന് ഭയപ്പാടൊന്നും വേണ്ട. അപ്പോൾ ധൃതരാഷ്ട്രസ്യ പുത്രാഹ, ധൃതരാഷ്ട്രപുത്രന്മാർ, ഭീഷ്മ ദ്രോണ, ഭീഷ്മര് ദ്രോണര്, അസൗ സൂതപുത്ര, ഇതാ കർണൻ, തഥാ അസ്മദീയൈഹി, അസ്മാദികൾ, നമ്മുടെ ആൾക്കാർ, അസ്മാദികൾ, യോധമുഖ്യൈഹി സഹ, യോദ്ധാക്കളായിട്ടുള്ള വീരന്മാരായിട്ടുള്ള ഇവരൊക്കെ, സർവേ അഭി, ഇവരെല്ലാവരും തന്നെ, തേ ദംഷ്ട്രാകരാളാനി, അങ്ങയുടെ ഈ ദംഷ്ട്രകളിൽ, പല്ലിൻ്റെ ഇടയിൽ, ഭയാനകാനി വക്ത്രാണി, ആ ഭയാനകമായ വായ്ക്കകത്തേക്ക്, ത്വരമാണാഹ വിശന്തി, അവരങ്ങനെ എന്താണ്, വെമ്പലോട് കൂടിയിട്ട് ഇയാമ്പാറ്റകൾ കണക്കെ പ്രവേശിക്കുന്നു. യുദ്ധം തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഇവരൊക്കെ അങ്ങയുടെ വായ്ക്കകത്തേക്ക് പെടുന്നു. എന്നിട്ടോ കേചിത്, ചിലർ, ചൂർണിതൈഹി ഉത്തമാംഗൈഹി, ചൂർണിതൈ, അങ്ങനെ പൊടിഞ്ഞു പോവുകയാണ്. ഉത്തമാംഗൈഹി, ഉത്തമമായ അംഗം എന്ന് പറഞ്ഞാൽ തല, ശിരസ്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണേണ്ടി വരും. റോഡ് ആക്സിഡൻറ്റിൽ ബസ്സിൻ്റെയും ലോറിൻ്റെയും ഒക്കെ ഉള്ളിലേക്ക് പോയി തലയൊക്കെ പോയി പൊട്ടുന്നത്. ആരുടെ വായിക്കകത്താണ്? ഈ
വിധാതാവിൻ്റെ വായ്ക്കകത്ത് പോയിട്ടാണ് ഇത് പൊട്ടുന്നത്. ഇങ്ങനെ ഉത്തമൈഹി ഉത്തമാംഗൈഹി ചൂർണിതൈഹി അങ്ങനെ പൊടിഞ്ഞു പോകുന്നു. ദശനാന്തരേഷു ഇതൊക്കെ എവിടെയാപ്പെട്ട് പൊടിഞ്ഞ് അങ്ങയുടെ പല്ലിൻ്റെ ഇടയിൽ, അജാതി പല്ലാണപ്പോൾ, വലിയ മിഷണറിയൊക്കെ ഉണ്ടല്ലോ, മരമൊക്കെ മുറിക്കുന്ന, ഇതിൻ്റെയൊക്കെ ഉള്ളിലേക്ക് ചില സിനിമകളിലൊക്കെ ഉണ്ടല്ലോ മരം മുറിക്കുന്നത് കൊണ്ടൊക്കെ ആളെ മുറിക്കുന്ന പരിപാടി. അതുപോലെ ഇതൊക്കെ കണ്ടിട്ട് വിലഗ്നാഹ, ഇതൊക്കെ ദശനാന്തരേഷു വിലഗ്നാഹ, അതിലൊക്കെ ഇങ്ങനെ ഈ ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഈ ചെറിയ ഭക്ഷണം കഴിച്ചതിൻ്റെയൊക്കെ ഇതൊക്കെ പോയിട്ട് ഇടയിൽ പോയി പെടും. അതുപോലെ ഇതാ ഇവന്മാരുടെയൊക്കെ തലകളൊക്കെ അങ്ങയുടെ പല്ലിൻ്റെ ഇടയിലൊക്കെ പോയി പെട്ടിരിക്കുന്നു. അങ്ങനെ ഞാൻ സംദൃശ്യൻ്റെ ഞാൻ കാണും. ഭഗവാനെ, ഇതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറയും. നമ്മുടെ കൂട്ടത്തിലുള്ളവരും ഈ പറഞ്ഞ ദ്രോണരും ഭീഷ്മരും തുടങ്ങുന്നവരൊക്കെ തന്നെ ഈ വലിയ അങ്ങയുടെ ഈ വായ്ക്കകത്ത്, ഭയാനകമായിട്ടുള്ള വായ്ക്കകത്തേക്ക് പെട്ട് അവരൊക്കെ നശിക്കുന്നത് ഞാൻ കാണും. ഇതൊരു കാഴ്ചയാണ്. പല കാഴ്ചകളും നമുക്ക് ഇപ്പോൾ നമ്മുടെ മോട്ടോർ വാഹന വിഭാഗം എത്രയെത്ര ബോധവൽക്കരണം നടത്തുന്നു. പ്രത്യേകിച്ച് 2 വീലർ ഓടിക്കുന്നവരോട് പറയുന്നില്ലേ, ബസ് ഓടിക്കുന്നവരാണെങ്കിലും. നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നില്ലേ, ഇന്നടുത്ത് നടന്ന ആക്സിഡൻറ്റ്, അതിൻ്റെ വിഷ്വൽ കാണിക്കുന്നു. ഒരു ആക്സിഡൻറ്റ് ഈ അടുത്ത ദിവസം കണ്ടു. ബസ് പോകേണ്ട ട്രാക്കിലല്ല, KSRTC ബസ്സാണ്, അതിൻ്റെ ട്രാക്കിലല്ല അത് പോകണത്. ഓപ്പോസിറ്റ് കയറി വന്നിട്ട്, അപ്പോൾ ഇവിടുന്ന് പോകുന്ന ബൈക്കിൽ പോകുന്ന വേഗത്തിൽ പോകുന്ന ഒരാളാണ്. അയാളെ ഇടിച്ച് അയാൾ സ്പോട്ടിൽ മരിക്കുന്നുണ്ട്. മരിച്ചിട്ടില്ലെങ്കിലാണ് അത്ഭുതം. കാരണം തൻ്റേതായിട്ടുള്ള ട്രാക്ക് അല്ലാത്ത അടുത്തവൻ്റെ ട്രാക്കിൽ കയറി ഇടിച്ച് തെറിപ്പിച്ച്. നമുക്കൊരു ട്രാഫിക് മാനേഴ്സ് ഉണ്ട്. എനിക്ക് അനുവദിക്കപ്പെട്ട ട്രാക്ക് ഏതാണ്, ആ ട്രാക്കിലല്ലേ ഞാൻ പോകേണ്ടത്. എവിടെ വേണമെങ്കിലും നിർത്തിയിട്ട് സാധനം മേടിക്കുക. റോഡിന് അടുക്കൊക്കെയാണ് വണ്ടി നിർത്തുന്നത്. അപ്പോൾ ഇതിലെയൊക്കെ വരുന്നവൻ ഇങ്ങോട്ട് വെട്ടിച്ചെടുക്കും, അപ്പോൾ അപ്പുറത്തു കൂടെ വരുന്നവൻ ഇടിക്കും. പാർക്കിങ്ങിന് യാതൊരു ഇതുമില്ല. ഇതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ആ വാഹനം അവിടെ അങ്ങനെ പാർക്ക് ചെയ്തുകൊണ്ടാണ് മറ്റേ ആൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴാണ് ഓപ്പോസിറ്റുള്ള ആൾക്ക് ഇടിച്ചത് എന്നൊക്കെ അറിയാം. എന്നാലും നമ്മളൊക്കെ ഇത് ചെയ്തുകൊണ്ട് പോകും. ബൈക്ക് ഓടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന എന്നിട്ടും എന്താണ്, വാണം വിട്ട പോലെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി സർക്കസ് കളിച്ച് എത്ര പേര് ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ടെന്ന്. നടുവൊടിഞ്ഞിട്ടും കാലൊടിഞ്ഞിട്ടും എല്ലാം യുവത്വമാണ്. ഇതൊക്കെ ഇവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിട്ടും ഇവൻ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടോ? ഇല്ല. ചിലർ കുട്ടികളെയൊക്കെ മുന്നിലിരുത്തി പോണത് കാണുമ്പോൾ പേടിയാവുന്നുണ്ട്. ഒരു ഓരത്തു കൂടെ പതുക്കിയോ അല്ലെങ്കിൽ അതിലോ അല്ല, വെച്ച് കീച്ചി വിടുകയാണ്. ട്രാഫിക് സിഗ്നൽ ചോപ്പ് ഇരിക്കുമ്പോൾ പുറത്തു കൂടെ കയറ്റുക. കുട്ടിയുണ്ട്, കണ്ട അപ്പം ആ ചാർജ് കൊടുത്തിട്ട് ലൈസൻസ് മേടിച്ചു വെക്കണം. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. അപ്പം ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നില്ലേ, ഇതാ വായ്ക്കകത്തേക്ക് മൃത്യുമുഖത്തേക്ക് പോകാൻ എന്തൊരു വെമ്പലാണെന്ന്. ഇതാണ് ചിലർ മൃത്യുമുഖത്തേക്ക് പോകാനുള്ള ഒരു വെമ്പലിലാണ് അവർ ഈ കാണിക്കുന്ന വിക്രസുകളെല്ലാം തന്നെ. ഇതെല്ലായിടത്തും കാണാം. ഓം പൂർണ്ണമതഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ.